സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേ നടപടികൾ താളം തെറ്റിയ അവസ്ഥയിലാണെന്ന് മുൻമന്ത്രി കെ രാജൻ. ഡിജിറ്റൽ സർവേ നടപടികൾ കഴിഞ്ഞ സർക്കാർ പൂർത്തിയാക്കിയിരുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1550 വില്ലേജുകളിൽ നടപടി പൂർത്തീകരിച്ചു. ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ടെന്നും കെ രാജൻ പറഞ്ഞു. അതിനു മുമ്പ് വളരെ സമഗ്രമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ചെയിൻ വിലച്ചടയാളപ്പെടുത്തിയത് 96-ൽ ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന ETS നിലവിൽ വന്നതിന് ശേഷം 15 കൊല്ലം കഴിഞ്ഞിട്ട് 116 വില്ലേജുകൾ മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഘട്ടത്തിലാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ നിന്ന് പണം അനുവദിച്ച് കേരളത്തിൽ കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷൻ എന്ന കോഴ്സിന്റെ പിന്തുണയോടുകൂടി സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള അളവ് മാനദണ്ഡങ്ങളായിട്ടുള്ള RTK റോവറും റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനും റഗ്ഗഡ് ടാബുകളും എല്ലാം ഉപയോഗപ്പെടുത്തി വളരെ വിപുലമായിട്ടുള്ള കരാർ ജീവനക്കാരുടെ കൂടി പിന്തുണയോടെ സഹകരണത്തോടെ കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ നടപടികൾ സമ്പൂർണമായിട്ടുള്ള 116 വില്ലേജുകൾ ഒഴിച്ച് 1550 വില്ലേജുകളും ഡിജിറ്റലായി നടത്താൻ കഴിയുന്ന വിധത്തിൽ നടത്തണമെന്ന് തീരുമാനിച്ചു.